ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞി പാറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സാലഡിൻ്റെ ടേസ്റ്റ് അല്ല, മയണൈസിൻ്റെ ടേസ്റ്റൊക്കെയുള്ള ഒരു വെറൈറ്റി സാലഡ് റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് തൈരിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ്, കുക്കുംബർ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവോള, ഇത്രയാണ് വേണ്ടത്. നമ്മളിതെല്ലാം ഗ്രേറ്റ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ശരിക്കും കാർഡിലാണ് ചെയ്യുന്നെങ്കിലും ഇതിന് മയണൈസിൻ്റെ ചെറിയ ടേസ്റ്റൊക്കെ വരും. ഒരു വെറൈറ്റി ടേസ്റ്റാണിത് സാലഡ്. അതാണ് ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് എന്തുമാത്രം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മീലായിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. ഞാൻ ഇത് മിക്കവാറും ലഞ്ചിന് ഇത് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. നല്ലൊരു ഫില്ലിങ്ങാണിത്. അപ്പം ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഇത് നമുക്ക് കഴിക്കാം. പിന്നെ കുട്ടികൾ സാലഡൊക്കെ അവർക്ക് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്ര ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ഇതാകുമ്പോൾ മയണൈസിൻ്റെ ടേസ്റ്റൊക്കെ അവർക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ. അപ്പം അവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, കുക്കുംബർ ഗ്രേറ്റ് ചെയ്തു, പിന്നെ സവോള ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിടുകയോ നമുക്കിതിൽ ചെയ്യാം. പക്ഷേ ഇതിൽ നമ്മൾ ഒരു സ്പെഷ്യലെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞല്ല, ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും അതാണ് നമുക്ക് ഈ സാലഡിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നത്. അതിന് നമ്മൾ അത്രയും ക്യാരറ്റും കുക്കുംബറും സവോളയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് ഈ വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഒരു കോള് വന്നതിൻ്റെ സൗണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളതിലേക്ക് ഇത് നമ്മളൊരു ബൗളിലേക്ക് ഈ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഇതിൽ അരിഞ്ഞിട്ടാൽ അതിങ്ങനെ കടിക്കും. അപ്പോൾ പിന്നെ അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഫുൾ ഫ്ലേവർ അതിനകത്ത് മെൽറ്റാവും. പിന്നെ നമ്മളിതിനകത്ത് കുരുമുളക് പൊടി, അപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു അര ടീസ്പൂൺ. പിന്നെ ഉപ്പും, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തൈര്, നല്ല കട്ട തൈരാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും ഇതിപ്പോൾ ഇത്ര ആഡ് ചെയ്യുന്നത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മയണൈസിൻ്റെയൊക്കെ സ്മെല്ലും ഒക്കെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കുട്ടികൾക്കാണെങ്കിലും മയണൈസ് എന്നൊക്കെ ഭയങ്കര അവർക്കത് ഇഷ്ടമാണ്. കാരണം അത് അത്ര നല്ല ഹെൽത്തി അല്ലെങ്കിൽ അവർക്കതൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തിയാണ്, അവർക്ക് നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് നമ്മൾ സാലഡ് ഉണ്ടാക്കാം, അതായത് ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ സാലഡും കഴിക്കും. അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ അവർക്ക് ചെല്ലുകയും ചെയ്യും. പിന്നെ ഈ മിക്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫില്ലായിട്ട് ഇത് വെച്ച് നമുക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെജ് സാൻഡ്വിച്ച് പോലെയും കഴിക്കാം. ഓക്കെ, താങ്ക് യു.